നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തെക്ക് ഭാഗത്തുള്ള ഉദയംപേരൂർ സൂനഹദോസ് പള്ളിയിൽ അവിടുത്തെ വികാരിയായിരിക്കുന്ന ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടനച്ചൻ ഏകീകൃത കുർബാന അൾത്താര അഭിമുഖ കുർബാന മാത്രം അർപ്പിക്കുന്നതുകൊണ്ട് വിമതർ അവിടെ അതിക്രമം സൃഷ്ടിച്ചിരുന്നു. അവിടെ പോലീസ് കാവൽ കണ്ടു. അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ വളരെ നിർഭാഗ്യകരമായി പോയിരിക്കുന്നു. ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടൻ മലയാറ്റൂരിൻ്റെ പ്രിയപുത്രനാണ്. അങ്കമാലിക്കാർക്ക് അഭിമാനമാണ് ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടൻ അച്ഛൻ. അദ്ദേഹം ഉദയംപേരൂർ സൂനഹദോസ് പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ അങ്കമാലി അടുത്തുള്ള മഞ്ഞപ്ര പള്ളിയിലെ വികാരിയായിരുന്നു. അവിടെയും അദ്ദേഹം വിമതർക്ക് വഴങ്ങിയില്ല. ഊരക്കാടൻ അച്ഛന് അദ്ദേഹത്തിൻ്റെ നിർഭയമായ നിലപാടിന് അഭിനന്ദനങ്ങൾ നേരുന്നു. ഒപ്പം ഉദയംപേരൂർ സൂനഹദോസ് പള്ളിയിലെ ഈ സംഭവ വികാസങ്ങൾ കണ്ടപ്പോൾ ചരിത്രാധ്യാപകനായ ഞാൻ ചരിത്രത്തിലെ ഏടുകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പേർഷ്യയിൽ നിന്നും വന്ന ഏറ്റവും അവസാനത്തെ മെത്രാപ്പൊലിത്തയായിരുന്ന മാർ എബ്രാഹാം, അങ്കമാലി ആസ്ഥാനമായി ഭരിച്ചിരുന്ന മാർ എബ്രാഹാം, അദ്ദേഹം 1597 കാലം ചെയ്തു. അദ്ദേഹത്തിൻ്റെ കബറിടം അങ്കമാലി കിഴക്കേ പള്ളിയിലുണ്ട്. അങ്കമാലി ആയിരുന്നു പൗരസ്ത്യ സഭയുടെ ആസ്ഥാനം. പക്ഷേ ഗോവയിലും കൊച്ചിയിലുമൊക്കെ പിടിമുറുക്കിയിരുന്ന പോർട്ടുഗീസുകാർ, അവരോടൊപ്പം വന്ന പോർട്ടുഗലിലെ ലത്തീൻ സഭ, അങ്ങ് ഗോവ ആസ്ഥാനമായിട്ട് ഭരിച്ചിരുന്ന ഗോവ മെത്രാനായ അങ്ങ് മെനേസിസ്, അദ്ദേഹം ഇവിടെ വലിയ ഒരു ക്രൈസ്തവ സമൂഹം ഉണ്ട് എന്ന് കണ്ട് അവരെയെല്ലാം വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങ് ഉദയംപേരൂരിൽ ഒരു സൂനഹദോസ് അങ്ങ് വിളിച്ചു കൂട്ടി. സഭയുടെ ആസ്ഥാനമായിരുന്ന അങ്കമാലിയിൽ, തിരുവിതാംകൂറിന്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള അങ്കമാലിയിൽ സൂനഹദോസ് വിളിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങ് കൊച്ചി രാജ്യത്ത് കടൽ തീരത്തോടടുത്ത് വളരെ ചെറിയ ഒരു വഴി, കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞാൻ ഉദയംപേരൂർ പള്ളി സന്ദർശിച്ചിരുന്നു. ആളുകൾക്കൊന്നും കടന്നു വരാൻ ബുദ്ധിമുട്ടുള്ള അവിടെയാണ്, ആ ഉദയംപേരൂർ പള്ളിയിലാണ് മെനേസിസ് മെത്രാൻ സൂനഹദോസ് വിളിച്ചു കൂട്ടിയത്. വലിയ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങളും പ്രേരണകളും കൊണ്ട് കേരള സഭയിലെ വലിയൊരു സംഘം പ്രതിനിധികളാണ് അവിടെ ആ സൂനഹദോസിൽ പങ്കെടുത്തത്. ചരിത്രം പറയുന്നത് 660 പേർ അവിടെ പങ്കെടുത്തത് അൽമായരായിരുന്നു. അവരുടെ 5-1 മാത്രമാണ് 133 വൈദികരും 20 ഡീക്കന്മാരും മാത്രമാണ് ഉദയംപേരൂർ സൂനഹദോസിൽ പങ്കെടുത്തത്. മെനേസിസ് മെത്രാൻ കൊച്ചി രാജാവിനെ സ്വാധീനിച്ച് പോർട്ടുഗീസുകാര് വൈപ്പിൻ കോട്ടയൊക്കെ ഉണ്ടാക്കി, കൊച്ചിയിലും ഒക്കെ കോട്ടയുണ്ടാക്കി, പീരങ്കികളും തോക്കുകളും ഒക്കെയായി കൊച്ചി രാജാവിനെ പോലും വരുതിയിൽ വെച്ചിരുന്ന ഒരു കാലത്താണ് ഉദയംപേരൂർ ഒരു സൂനഹദോസ് വിളിച്ചു കൂട്ടിയത്. അന്ന് ഈ 660 വിശ്വാസികൾ വരുന്ന കാഴ്ച ചരിത്രത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അൽമായർ വരുന്നത്, പള്ളി പ്രതിപുരുഷന്മാർ വരുന്നത് കുടുമയൊക്കെ വെച്ച് കയ്യിൽ വാളുമൊക്കെയായിട്ടാണ്. ചിലർക്കൊക്കെ വാളേന്തിയ അനുചരന്മാരുണ്ടാകും. കാരണം അന്നത്തെ കാലം അതാണ്. പക്ഷേ സൂനഹദോസ് സമ്മേളനത്തിനകത്തേക്ക് പ്രവേശിച്ച വൈദികരെയും വിശ്വാസികളെയും ഞെട്ടിച്ചുകൊണ്ട് അവിടെ പിന്നെ നടന്നത് ഒരു മെനേസിസിന്റെ ഒരു ഏകാധിപത്യമായിരുന്നു. ആരെയും സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. മെനേസിസ് അതിൻ്റെ കാനോനകൾ, തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിച്ചു. ആർക്കും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ പോർട്ടുഗീസുകാരുടെ പീരങ്കികളും തോക്കുകളും അവിടെ അണിനിരന്നിരുന്നു. വാളുകളുമായി പോയ നമ്മുടെ പൂർവികർക്ക് മെനേസിസിന് മുമ്പിൽ കീഴടങ്ങുക മാത്രമായിരുന്നു മാർഗം. പക്ഷെ പിന്നീട് ചരിത്രം നമുക്കറിയാം. പിന്നീട് പോർച്ചുഗീസുകാരുടെ ഭരണത്തിൽ സഭ, മെനേസിസിന്റെ ഭരണത്തിൽ സഭ വീർപ്പുമുട്ടുകയും പൂരം കുരിശ് സത്യത്തിൽ വെച്ച് സഭ രണ്ടായി പിളരുകയും ചെയ്തു. അങ്ങനെ പിളർന്ന അവരാണ് ഇന്നത്തെ ഓർത്തഡോക്സുകാരും യാക്കോബായക്കാരും. പോപ്പിനോടൊപ്പം നിന്ന ആളുകളാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന സീറോ മലബാറുകാര്. ഇന്ന് എങ്ങനെയാണോ മെനേസിസ് കൊച്ചി രാജാവിൻ്റെയും പീരങ്കി പടയുടെയും സഹായത്തോടു കൂടി നമ്മുടെ പൂർവികരെ അടിച്ചമർത്തി
പോപ്പിന്റെ കീഴിൽ കൊണ്ടുവന്നത്? എങ്ങനെയാണ് പൗരസ്ത്യ സഭകളുടെ സ്വത്വം നഷ്ടപ്പെടുത്തി എത്തിനീകരിച്ചത്? അന്നത്തെ ആ ഏറ്റുമുട്ടലിന്റെ തുടർച്ചയാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലിയിൽ നടക്കുന്നത്. 35 രൂപതകളിൽ 34 വത്തിക്കാൻ പോലും പോപ്പ് പോലും പൗരസ്ത്യ രീതികളിലേക്ക്, പൗരസ്ത്യ ആരാധനക്രമത്തിലേക്ക് തിരിച്ചു പോകാൻ നമ്മെ അനുവദിച്ചു. അത് 34 രൂപതകളും ഫോളോ ചെയ്യുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മാത്രം വൈദികർ, ഒരു വിഭാഗം വൈദികര് ഈ ലത്തീൻ പാരമ്പര്യത്തിന്റെ അടിമത്തത്തിൽ ആണ്ടുകൊണ്ട്, വിശ്വാസികളെ അടിമകളാക്കി വെച്ചുകൊണ്ട് സിനഡിനെതിരെ, സിനഡിന്റെ തീരുമാനങ്ങൾക്കെതിരെ ഇങ്ങനെ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലയോ ഊരക്കാടനച്ച, അങ്ങ് ധീരനാണെന്ന് എനിക്കറിയാം. അങ്ങ് ഉദയംപേരൂർ പള്ളിയിൽ അങ്ങ് കീഴടങ്ങുകയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ സഭയുടെ തലവനായിരിക്കുന്ന തട്ടിലും ഇവിടത്തെ വികാരിയായിരിക്കുന്ന പാമ്പ്ളാനിയും ഒക്കെ ഭീരുക്കളെ പോലെ വിമതരുടെ മുമ്പിൽ അഡ്ജസ്റ്റ്മെന്റുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദശാസന്ധിയിൽ ഉദയംപേരൂരിൽ സഭയോടൊപ്പം നിൽക്കുന്നവർ ഊരക്കാടൻ അച്ഛന് വേണ്ട പിൻബലം കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ നിർഭാഗ്യകരമായ അവസ്ഥയിൽ എനിക്ക് സഭയോടൊപ്പം നിൽക്കുന്നവരോട് പറയാനുള്ളത്, അല്ലയോ ഈ ഉദയംപേരൂരിന്റെ മണ്ണിലാണ് നമ്മുടെ പൂർവീകരെ, വാളുകളുമായി വന്ന നമ്മുടെ പൂർവീകരെ പീരങ്കികളുമായി നേരിട്ട് പരാജയപ്പെടുത്തിയതെങ്കിൽ ഇത് 21-ാം നൂറ്റാണ്ടാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത കലാപത്തെ അടിച്ചമർത്താൻ ഇവിടത്തെ സഭയുടെ സിനഡിനും അധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ പോലും ഇവിടെ പിടിച്ചു നിൽക്കാൻ ഉള്ള ശേഷിയും ശിമുഷിയും ഇവിടത്തെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്കുണ്ട്. ഇത് 21-ാം നൂറ്റാണ്ടാണ് എന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ എങ്ങനെയാണോ 1599 ഉദയംപേരൂർ സൂനോദോസിൽ നമ്മുടെ പൂർവികരെ അടിമച്ചങ്ങലയിൽ ആഴ്ത്തിയത്, അത് പൊട്ടിച്ചെറിയാനുള്ള ധൈര്യം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബുദ്ധിയും മനസാക്ഷിയും പണയം വെക്കാത്ത വിശ്വാസി സമൂഹം ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. നന്ദി, നമസ്കാരം.